ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ സന്തോഷമുള്ള രണ്ട് വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനും ഉണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുന്നത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിൽ വഴിയെ കാര്യങ്ങളൊക്കെ പറയാം. ഞാനിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കട്ടെ. അപ്പോൾ മുന്നേ ഞാനിത് ഈ ഒരു ദോശ ഞങ്ങൾ സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കോമൺ ദോശയാണ് കേട്ടോ. പത്തിരിപ്പൊടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. പച്ചരീൻ്റെ പത്തിരിപ്പൊടി നൈസ് പത്തിരിയൊക്കെ പൊടിയിട്ട അത് കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റഫായിട്ട് കുഴച്ച് വെക്കും. അത് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, കുറച്ച് ടൈറ്റ് ആയി പോയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പച്ചവെള്ളത്തിലാണേ. എന്നിട്ട് ഇത് പല രീതിയിലും പലരും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഈ പൊടിയും വെള്ളം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കും. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പച്ചവെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ടൈപ്പിലില്ലേ ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കും. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈറ്റ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം നമ്മൾ ആ വെള്ളം ചൂടാകാൻ വെച്ച് അത് ചൂടാകുന്നൊരു ടൈം അത്രയും വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല, നല്ല തന്നെയാണ്. വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ബോട്ടിലിൽ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം തണുപ്പൊക്കെ ആയത് കാരണം വെളിച്ചെണ്ണ നല്ല ടൈറ്റായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിന് രാവിലെ ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. വലിയ തണുപ്പ് ഇല്ലാത്തത് കൊണ്ടാവാം ഇന്നൊക്കെ. അപ്പോൾ ഞാനതൊന്ന് ബോട്ടിലേക്ക് മാറ്റട്ടെ. ഇത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഇത്. കാര്യം പാചകത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും മസാല പൗഡറോ വെളിച്ചെണ്ണ ഓയിലൊക്കെ തീർന്നു പോയാൽ അത് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത്രയും സമയം നമുക്ക് അവിടെ പോകില്ല. പിന്നെ ഞാൻ അടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ക്ലോത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലല്ലേ, വേസ്റ്റ് ക്ലോത്ത് മീൻസ് നമുക്ക് വേണ്ടാത്തൊരു തുണീൻ്റെ കഷ്ണം ഇതുവരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ബോട്ടിലൊക്കെ അതിന് മുകളിലൊക്കെ എന്തായാലും ഓയിൽ ഒക്കെ ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ റീഫിൽ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ നമ്മളെ കയ്യിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ആ ബോട്ടിൽ തന്നെ ഒന്ന് നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. ആ വേസ്റ്റ് തുണി നമുക്ക് അത് കുറേ ഇങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം കഴുകിയൊന്നും എടുക്കണ്ട. കുറേ ഇങ്ങനെ എണ്ണയൊക്കെ നമ്മൾ തുടച്ചതിന് ശേഷം നമുക്കത് കളഞ്ഞിട്ട് വേറൊരു തുണി വെക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കെറ്റലിൽ കുറച്ച് വെള്ളം ഒരു ലൈറ്റ് ഇളം ചൂട് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചു കൊടുത്തു. ഒന്ന് ലൂസാക്കിയിട്ടൊന്ന് ഒരു ലൂസുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നാക്കിയെടുത്താൽ മതി കേട്ടോ. ഒന്ന് കലക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ദോശക്കല്ല് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ പെട്ടെന്ന് ചുട്ടെടുക്കുന്നതാണ്. ഏത് കറീൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടത്. മലപ്പുറം ഭാഗത്തും ഈ ഒരു ദോശ ഭയങ്കര കോമൺ ആണ് കേട്ടോ. കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഇത് വേറെ സ്റ്റൈലിലാണ് അവരുണ്ടാക്കുന്നത്. ഓരോ ഭാഗത്തേക്ക് പോകുന്തോറും ഡിഷസ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെറുതെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയായാലും ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കോമൺ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അറിയില്ല ഒന്ന് കാണിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു തന്നത്. പിന്നെ ഞാൻ വിട്ടു പോകും കേട്ടോ. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ വിട്ടുപോവുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സന്തോഷമുള്ള 2 കാര്യമുണ്ടെന്ന്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എന്നെ നമുക്കൊരു ഫണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ 2 ഫാമിലീനെ നമ്മൾ ഇന്ന് വാടക വീട്ടിലേക്ക് മാറ്റി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സെയിം ദോശപ്പാനാണ് കേട്ടോ. ഇത് ദോശപ്പാൻ അതിൽ കൊടുത്തിട്ടുള്ളത് ഫിഷ് ഫ്രൈ ചെയ്യുന്ന പാനെന്ന് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ ദോശ ചൂടാൻ പറ്റുന്ന ഒരു കോമൺ ദോശ ചൂടാൻ പറ്റുന്ന ഒരു പാനാക്കി ഇതിനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ജസ്റ്റ് സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് അടുപ്പിൽ ഇതുപോലെ ചൂടാകാൻ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ എണ്ണത്തുണി വെച്ചിട്ട് നന്നായിട്ട് അകവും പുറവും തുടച്ചെടുത്തിട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നിതാ ദോശ ചൂടാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു.
നന്നായിട്ട് ചൂടാക്കി ഞാൻ എടുത്തു. പക്ഷെ നന്നായിട്ട് ചൂടാവണ്ട, നമ്മളെ സാധാ ദോശക്കല്ല് ചൂടാകുന്ന അത്ര ഇത് ഹൈ ഫ്ലെയിമിൽ ഇത് ചുട്ടെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഇൻഡസ് വാലിൻ്റെ നമ്മൾ ഏത് പാത്രമായാലും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ആ കാര്യം ഭയങ്കര ഹീറ്റ് ഇത് നിൽക്കൂട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദോശ സാധാരണ ഞാൻ ദോശ പാനിൽ ദോശ ചുട്ടെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുക ചെയ്യുക. പക്ഷേ ഇത് അതേ പ്രോസസ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചൂടായിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ ദോശപ്പാന് റെഡിയായി വരുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടിൻ്റെ ആ ഒരു ഇത് കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ലോ ഫ്ലെയിമിലാക്കാം, അങ്ങനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഫസ്റ്റ് ഒഴിച്ചത് കുറച്ച് കട്ടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ചൂട് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിലേക്കാക്കി ചട്ടി ഒന്ന് റെഡിയായി മീൻസ് ഒട്ടലോ പിടിക്കലോ ഒന്നും ഫസ്റ്റ് ദോശ തന്നെ എൻ്റെ ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഉള്ളിയോ രതുവേ അങ്ങനെ മയക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇൻഡസ് വാലിൻ്റെ പാത്രം ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചൂട് കറക്റ്റായി വന്നപ്പോഴത്തേക്കും പിന്നെ ഇത് നമുക്ക് നൈസായിട്ട് നല്ല സാധാരണ നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്ന പോലെ എനിക്ക് ചൂടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിയവരും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. വേറെ അതിൻ്റെ പുറത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിംഗ്, കട്ടിൽ, ബെഡ് എല്ലാം എടുക്കണം. പിന്നെ അവരെ വീട് ഒന്ന് ക്ലീനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ പാത്രത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഈ ഒരു കാര്യത്തിന് നന്ദി പറയുകയാണ് കേട്ടോ. കാര്യം 100 രൂപ 50 രൂപ എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തരും ഇതിലേക്ക് ഒരു ഫണ്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഇനിയിപ്പോൾ സഹായിക്കാൻ പറ്റാത്തവരും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. സഹായിക്കാൻ പറ്റാത്തവർ ആ ഒരു മനസ്സുണ്ട് അവർക്ക്, പക്ഷേ അവരും വാടക വീടില്ല എന്നിട്ടും അയച്ചു തന്നവരും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കാര്യം ഇത് സക്സസ് ആയി കിട്ടിയപ്പോൾ എനിക്കും എന്താ പറയുക, നിങ്ങൾക്കും ഈ ഒരു ഫീല് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫീല് കിട്ടും കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന സമയത്ത്, കണ്ടു കഴിയുന്ന സമയത്ത് ഭയങ്കര ഒരു സംതൃപ്തി കിട്ടുക, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇതാ ഞാനതിന് ശേഷം ദോശ ചുട്ടെടുത്തു. നമ്മളെ കുറുമയില്ലേ അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ വാവക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട്, കാരണം ഞാനും റഫിക്കും ഉച്ചക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കൊക്കെ നിന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കില്ല. കാരണം അവർക്ക് ഇന്ന് ക്യാമ്പിൽ നിന്ന് മാറണം കേട്ടോ, വാടക വീട്ടിലേക്ക് മാറണം. അപ്പോൾ അതാണ് പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ വാവക്കുള്ള കറിയുണ്ട്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി അവിടെ തീരുമല്ലോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് കഴിക്കലും ഒന്നും നമുക്ക് നടക്കില്ല. പല സ്ഥലത്തു നിന്നായിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ പോയിട്ട് അകമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി ജസ്റ്റ് ഒന്ന് അടിച്ച് വരണം. ഞാൻ സാധാ ചെയ്യുന്ന എന്നും ചെയ്യുന്ന ഒരു 10 മിനിറ്റ് ക്ലീനിങ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. ഒന്ന് നമുക്ക് ടൈമില്ല, മറ്റേത് വീഡിയോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് തന്നെ വീഡിയോ ഒരുപാട് വെറുതെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കും എന്നും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമോ, അങ്ങനെ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവലുണ്ട്. ഉള്ള ഫുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അഡ്ജസ്റ്റബിൾ തന്നെ ആയിരിക്കും. വീഡിയോ എടുക്കുന്ന ആ ഒരു ദിവസത്തെ ഫുഡ് കൊണ്ട് പിറ്റേ ദിവസം അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇത് ഇന്ന് ഞാൻ എടുത്തതല്ല, ഇത് മുന്നേ എടുത്ത് വെച്ചപ്പോൾ അത് നിങ്ങളൊന്ന് കാണാം കേട്ടോ. കാര്യം റമലത്തെയും അതായത് റഫീഖാൻ്റെ ചെറിയ പെങ്ങളും ഏട്ടനും ഫാമിലിയും എല്ലാം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഏട്ടനും ഫാമിലിയും പോയി. അപ്പം ഞങ്ങൾ ടൗണിൽ ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം, കുട്ടികളുള്ളതുകൊണ്ട് അവർ എടുത്തു തരികയും ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ബസ് കയറിയിട്ട് ബത്തേരിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സംസാരിച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. ഒറ്റയ്ക്ക് എടുക്കുന്നതിനേക്കാളും എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വരൽ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ എടുക്കലാണ്.
പിന്നെ ഒന്നുമില്ല, അത്യാവശ്യം വേണ്ട ആവശ്യത്തിനുള്ളതല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങളാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കറി വിളമ്പുന്ന, ഉപ്പേരി എടുക്കുന്ന, അച്ചാറ്, കറി അങ്ങനത്തെ ഒക്കെ എടുക്കുന്ന പാത്രങ്ങളില്ലേ, അതൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അവർക്ക് വേണമല്ലോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, അതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിയാലോ അങ്ങനെ നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത്. അതില്ലാതെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതാ തവി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയെടുക്കലാണ്. ഈ എണ്ണക്കൂരി, ചട്ടകം, കയ്ല്, സ്പൂണ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി എടുക്കലാണ്. പിന്നെ നമുക്കിവിടെ ഏത് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ജാംജുമിൽ നിന്ന് എടുക്കുമ്പോഴാണ് കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. കുറച്ച് റേറ്റിലും എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ സംഭവത്തിൽ നമ്മൾ അങ്ങനെ നോക്കണമല്ലോ, നമുക്ക് കുറഞ്ഞ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റണം. അത് നമ്മൾ ഒരു ഫാമിലീനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് നിങ്ങളോട് ഈ ഒരു സംഭവം, അതായത് നമുക്ക് കുറച്ചൊരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഒരു എമൗണ്ട് അതിലേക്ക് കൂട്ടിയിട്ട് നമുക്കൊരു ഫാമിലീനെ ഒന്ന് സേഫ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു 2 ഫാമിലീനെ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റേറ്റ് കുറവുള്ളതും എല്ലാം നോക്കിയിട്ട് നമ്മളെല്ലാ ഷോപ്പിലും നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് എടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഇത് ചോറ് വെക്കുന്ന ചെമ്പ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ചെമ്പ് അവർ എന്താ പറയുക, അവർ മാത്രമുള്ളപ്പോഴും പിന്നെ ആരെങ്കിലും വരുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ, അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ 2 ചെമ്പും അതിൻ്റെ അടപ്പൊക്കെ തിരഞ്ഞെടുക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം അവർ ഫാമിലി ആരൊക്കെയാണ് ഉള്ളതെന്ന്. ഒരു ഉമ്മയും 2 പെൺകുട്ടികളും ഒരു ചെറിയ മോനുണ്ട് കേട്ടോ. ആ മോന് ആണെങ്കിൽ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു മോനാണ് കേട്ടോ, 4 വയസ്സുള്ള ഒരു മോനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എനിക്ക് ഒന്നും കൂടെ ഒരു ഇതായിട്ടാ കാര്യം. നമ്മൾ ആ ഒരു കുട്ടീനെ സംരക്ഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ പറയാത്തത്. അപ്പോൾ ഇതാ നമ്മൾ ചെമ്പെടുത്തു, ചെമ്പിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ നോക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതാ ഒരു മഗ്, പിന്നെ ചായൻ്റെ പാത്രമല്ലേ, ചായപാത്രം എടുത്തു. കുറേ പേര് ഇതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായത്. ഇതിന് നമ്മൾ എന്താ പറയുക, ചറപ്പറ ഷോപ്പിംഗ് അല്ലേ. അപ്പം അങ്ങനെ എല്ലാം മറന്നു പോകുന്നു കേട്ടോ. 200 സംതിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. ചെമ്പ് നമ്മൾ ചോറ് വെക്കുന്ന ചെമ്പിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 800 അങ്ങനെയൊക്കെ 500 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അറിയാമല്ലോ, സ്റ്റീലിൻ്റെ നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെമ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് സ്പൂണ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ് വേണമല്ലോ, മസാലപ്പൊടികൾ, മൈദ അങ്ങനത്തെയൊക്കെ ഇടുന്ന, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക് അങ്ങനത്തെയൊക്കെ ഇടുന്ന സൈസ് ഡിഫറൻസ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ നോക്കിയെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ക്യാമ്പിലുള്ളവരോട് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഉള്ളവർ ആദ്യം അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം അവർക്ക് ഇനി ഒരു സർക്കാർ വീട് വെച്ച് കൊടുക്കുമോ എന്താണ് നമ്മൾ എന്താ പറയുക, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു അവസ്ഥ ഇപ്പോൾ അതാണല്ലോ. അതുമല്ല, വാടക സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ കൊടുക്കുമോ, എത്രത്തോളം കൊടുക്കും, അതൊക്കെയുള്ള അവർക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ആണുങ്ങൾ അതായത് ആണുങ്ങൾ മരിച്ചു പോയവരുണ്ട്. അപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള ലൈഫ്, വാടക ഇനിയിപ്പം സർക്കാർ കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് വാടക കൊടുക്കുക? ഒരു ജോലിക്കൊക്കെ പുറത്ത് പോവാത്തവരുണ്ട്. അത് ഇനിയിപ്പോൾ പോയിട്ട് അങ്ങനെയൊക്കെ മക്കൾ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി പോയിട്ട് ആ ഒരു വാടക കൊടുത്തിട്ടില്ലെങ്കിലും അത് നമ്മൾ കാണണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറേ ആവലാതികളും വേവലാതികളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ചോളം അത് ന്യായം തന്നെയാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരും പല 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 ദിക്കിലേക്കായിട്ട് ഓരോ ഏരിയകളിലേക്കും ഇങ്ങനെ മാറി മാറി വാടക ഉള്ളതിനനുസരിച്ച്, അതായത് കൊടുക്കാൻ പറ്റുന്നതിനനുസരിച്ച്, വാടക വീട് ഉള്ളതിനനുസരിച്ച് അങ്ങനെ ഓരോ സ്ഥലത്തേക്കായിട്ട് മാറുകയാണ് കേട്ടോ ഓരോരുത്തരും ചെയ്യുന്നത്. അവരെന്നെ പറയുന്നുണ്ട് പല ദിക്കിലേക്കായിട്ടുണ്ട്. അവർക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കേ മാറിയിട്ടില്ല. കാര്യം അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമുക്കും വരുമോ, നമുക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളെ വീട്ടിൽ കഴിയുന്നത്. ഞാൻ പറയുന്നത് സ്പെഷ്യലി വയനാടും കൂടെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേടി നമുക്ക് തന്നെ വന്നു. അപ്പോൾ അവിടെയുള്ള അത് കണ്ട അവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ഭീകരത കണ്ടിട്ട് മരണം എന്താ പറയുക കൺമുന്നിൽ കണ്ടിട്ട് ഉള്ളൊരു ലൈഫാണ് അവരുടേത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന രണ്ടാമത്തെ ഫാമിലി, അപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവരെ ലാസ്റ്റ് കാണിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് പറയാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അവരെ മക്കൾ 2 ആൺകുട്ടികളുണ്ട്. അവർ പേടിയാണെന്ന്, അവർക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ വാടകയ്ക്ക് വരുന്ന സ്ഥലത്തും അവർ പിന്നെ ഈ മലയും കുന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയെന്ന് വീണ്ടും. അപ്പോൾ അവർ പേടിയില്ല, അവരെ പേടി കാണുമ്പോൾ ആ ഒരു അമ്മക്കും, ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഫാമിലി പറയുന്നത് ഒരു അമ്മയും 2 ആൺകുട്ടികളുമാണ് കേട്ടോ. അവരെ ഹസ്ബൻഡ് ഒരു ഉരുൾപൊട്ടലിൻ്റെ 2 മാസം മുമ്പ് മരണപ്പെട്ടു കേട്ടോ. ഒന്നുമില്ല, വലിയ പ്രായമൊന്നുമില്ലാത്ത ആളാണ്. സൈലൻ്റ് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നടുക്കത്തിൽ നിന്നും അവർ നിവർന്ന് വന്നിട്ടില്ല. അതിൻ്റെ മുൻപാണ് അത് ആവുന്നതിന് മുമ്പാണ് അടുത്ത ഈ സംഭവം വന്നത്. അവർ വീട് കാര്യങ്ങൾ എല്ലാം പോയിട്ട് അങ്ങനെ ആയത്. അപ്പോൾ എന്തൊരു അവസ്ഥയാണല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു പേടി വിട്ട് മാറിയിട്ടില്ല. പിന്നെ അവർ അവിടെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഹസ്ബൻഡ് ഇല്ലല്ലോ, അറിയാമല്ലോ. പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഈ വാടക സർക്കാർ കൊടുക്കുമോ, ഇനി കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം കൊടുക്കും, അത് കഴിഞ്ഞാൽ അത് നമ്മളെ തലയിൽ വരുമോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാടക കൊടുക്കാൻ നമുക്ക് പറ്റണം, എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകണം, അങ്ങനെ 100 കാര്യങ്ങളാട്ടോ അവർ നമ്മളോട് പറയുന്നത്. അവരുടെ വേദനകളാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരോട് വാടകേൻ്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പിന്നെ ഒരു കാര്യം കേട്ടോ, ചിലർ വാടക വാങ്ങുന്നില്ല കേട്ടോ. ചില ആളുകൾ ഓണേഴ്സ് വാടക വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അൽഹംദുലില്ലാ നല്ല കാര്യം തന്നെയാണ്. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, സർക്കാർ കൊടുക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ചിലർ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമായിരിക്കും. കാരണം അവർ വേറൊരു വീടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതുകൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത്, അങ്ങനെയും കാണണം. അപ്പോൾ അവർക്ക് ആ വാടക വേണ്ടി വരും. എന്നിട്ടും വാടക വളരെ കുറച്ചിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെയുള്ളവർ അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു പേടിയും കാര്യങ്ങളും ഇവർക്കും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ കറിച്ചട്ടി, ഉപ്പേരി, മീനൊക്കെ ഇതാക്കാനുള്ള ചട്ടി, അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പറയാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 2 വലിയ സന്തോഷങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഇത് തന്നെയാണ് കേട്ടോ വലിയ സന്തോഷം. മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും റഫീഖയും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ രണ്ടാളും ഉംറക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും ദുആയും പ്രാർത്ഥനയും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങളിതിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കാര്യം എന്താ പറയുക, ആ ഒരു മുസ്ലിമിൻ്റെ എന്താ പറയുക ഒരു സ്വപ്ന ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയാം. അത് നമ്മളെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം, അതായത് നമ്മളെ ഭൂമിയിലെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാണ് കേട്ടോ. അവിടെ എത്തുക, പ്രാർത്ഥിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഏതൊരു മുസ്ലിമിനും എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ജീവിത ലക്ഷ്യം തന്നെ പറയാം. അപ്പോൾ പോകാൻ പറ്റാത്തവരുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിനോടുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി വരുന്നുണ്ട്. നമ്മൾ ഈ ഞാൻ ഡേറ്റ് പറഞ്ഞോന്ന് അറിയില്ല, ഈ 28-നാണ് നമ്മൾ പോകുന്നത്, ഈ ബുധനാഴ്ച കേട്ടോ. അതായത് ഇന്ന് വെള്ളിയാഴ്ച, ഇനി നമ്മൾ ഈ ബുധനാഴ്ചയാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ പോക്കും കാര്യങ്ങളൊക്കെ റെഡി ആവാനും നമ്മൾ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തണമല്ലോ, നമ്മൾ ഇവിടുന്ന് പോകണം, അവിടെ എത്തണം. എത്തിയിട്ടും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ ദുആ ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്തായാലും അപ്പോൾ ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരും വീഡിയോയിലൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളും അതിനായിട്ടുള്ള എന്താ പറയുക ബാക്കി സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതാണ് നിങ്ങളെ. എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും എന്തായാലും.
പിന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. റമലത്തേക്ക് ബസ് കയറി പോയി. ഇനിയിപ്പോൾ ഇതിന്ന് ഞാൻ റഫീഖും കൂടെ നേരെ ക്യാമ്പിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് ക്യാമ്പിൽ നിന്നും കൂടെ നോക്കാനുണ്ട്. ഞാൻ കുക്കറൊക്കെ ക്യാമ്പിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് കുക്കറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറും ഒരു 5 ലിറ്ററിൻ്റെ കുക്കറും നമ്മൾ വാങ്ങുന്നുണ്ട്. ചെറുതും വലുതും കൂടെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാമ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സാധനം, അതായത് ജാംജുമിലെ സാധനം ഞാൻ ബില്ലാക്കിയിട്ടില്ല. എല്ലാം അവിടെ കൗണ്ടറിൽ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു കേട്ടോ. രാത്രി പിറ്റേ ദിവസമാണ് നമ്മൾ ഞാനും റഫീഖും വന്ന് ക്യാമ്പിലേക്ക് വന്നത്. ഇനി ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് കൂടെ നോക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് അത് പോയിട്ട് ബില്ല് പേ ചെയ്യാനും കൂടെ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യപ്പെട്ട ഐറ്റംസ് ആണ് കേട്ടോ. കാരണം അത് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഭയങ്കര ഡിസ്കൗണ്ടാണ് നമുക്ക് കിട്ടുക. CPC റേറ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗ എടുത്തു, പിന്നെ മിക്സി എടുത്തു, 2 കുക്കർ എടുത്തു. പിന്നെ അങ്ങനെ നോക്കുന്ന സമയത്താണ് കുറച്ച് കണ്ടെയ്നേഴ്സ് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും നല്ലതാണല്ലോ ഈ ഒരു എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഞാൻ മുന്നേ കുറേ വർഷമായിട്ട് 15 വർഷമായിട്ട് വാങ്ങിയത് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 ഡബ്ബ. പിന്നെ അവിടെ ഇത് കണ്ടു കേട്ടോ, മസാല ബോട്ടിൽസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ജാംജുമെന്ന് വാങ്ങിയ അത് നമ്മൾ അതങ്ങ് മാറ്റിയിട്ട് നമുക്കിത് പിന്നെ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊന്നുകൂടെ ആ ഒരു ക്യാൻറ്റീൻ പ്രൈസിന് നമുക്ക് കിട്ടും, CPC റേറ്റിന് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു 3 സെറ്റ് നമ്മളെടുത്തു. നമ്മൾ ഇതന്നെ നമ്മൾ അടുത്ത ഫാമിലിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. സെയിം സാധനങ്ങൾ 2 ഫാമിലിക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു 3 കണ്ടെയ്നറും കൂടെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ബെഡും കട്ടിലും എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ട് നോക്കും. എന്നിട്ട് റഫീഖുള്ള സമയത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നോക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഒറ്റൊരു ദിവസം കൊണ്ട് ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ബില്ലാക്കട്ടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സി എടുത്തത് ഒരു ഫാമിലിക്ക് നമ്മൾ എടുത്തത് പ്രീതിയാണ്. രണ്ടും നല്ല തന്നെയാണ്. റേറ്റും ഏകദേശം ഒരു 200 രൂപേൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ ഉള്ളൂ. ഇത് പ്രീതി എടുത്തു. പിന്നെ അവർ പ്രീതിയും നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഹെവൽസ് അതും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒന്നതും ഇതും കൂടെ എടുത്തു കേട്ടോ. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതവിടെ നിന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ജാംജുമിൽ തിരിച്ചു വന്നു. അങ്ങനെ ആ കണ്ടെയ്നർ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാണ്ടായാലും അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതെല്ലാം എടുത്ത് അതുപോലെ തന്നെ നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ റഫീഖ ഗുഡ്സിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് അതും ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധനം കൂടെ കൊടുത്താൽ ഇന്ന് വൈകുന്നേരം തന്നെ അവർക്ക് അവിടെ ക്യാമ്പിൽ നിന്ന് ഫുൾ വന്നിട്ട് അവരിന്ന് അവിടെ താമസിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. 2 ഫാമിലിക്കും 2 ബെഡും 2 കട്ടിലും പിന്നെ ഇത്രയും സാധനങ്ങളുമാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക അവരോട് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് കുറേ സംഭവങ്ങൾ അവർക്ക് ക്യാമ്പിൽ നിന്ന് കിട്ടിയതുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അവരോട് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് വീട് വരുന്നത് തുർക്കിയിലാണ് കേട്ടോ. തുർക്കിയിൽ ഒരു വാടക വീട് അത് അവരെന്നെ കണ്ടെത്തിയതാണ്. അപ്പോൾ അവരെ ഇഷ്ടത്തിന് അവരെന്നെ വന്ന് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ഒരു വീടാണ് കേട്ടോ. അവർക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണം എന്നുള്ളത് കൊണ്ട്, സുഖമില്ലാത്ത മോനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വേണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു വീടാണ് അവരെന്നെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത്യാവശ്യം സ്പേസ്, അത്യാവശ്യമല്ല നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു തറവാടാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഓണർ അവർ പുതിയ വീട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അവർ നമ്മൾ ചോദിച്ചു അവരോട് ഇതിനെത്രയാണ് വാടക എന്ന്. കാരണം വാടക നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, വാടക നമ്മൾ വാങ്ങുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു ഉപകാരമാകും ഈ ഒരു വീട്ടുകാർക്ക്. അപ്പോൾ ഇതാണെന്നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണൊക്കെ കണ്ട അത്യാവശ്യം കുഴപ്പമില്ല, നല്ലോണം. അവർ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ക്ലീനാക്കി അടിച്ച് തുടച്ച് എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് സാധനം കയറ്റി വെക്കാനേ ഉള്ളൂ.
ഇവിടെയും ഒരു റൂം വരുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതാ നമ്മളെ കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ റഫീഖയും ഹാരിസ്ക ഉണ്ട് കേട്ടോ, നമ്മളെ ഫ്രണ്ട്, റഫീഖാൻ്റെ ഫ്രണ്ട്. അപ്പോൾ അത് അവർ ഒക്കെ കൂടെ കൂടിയിട്ട് സാധനങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അതൊക്കെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇത് നമ്മൾ അടുത്ത ഫാമിലി അവരെയും ഇതാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 1-2 കാര്യങ്ങളൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അപ്പോൾ പിന്നെ നമ്മൾ ക്യാമ്പിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. മാനിവയലാണ് ഇത് വരുന്നത്. അതായത് ക്യാമ്പ് കഴിഞ്ഞിട്ട്, പുത്തൂർ വയൽ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അറിയുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അറിയാം. എന്തായാലും കൽപ്പറ്റ ഏകദേശം അടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ രണ്ടും. അപ്പോൾ ഇതും അവർ തന്നെ കണ്ടെത്തിയൊരു ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അവർ പെയിൻ്റൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവർ ഒന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഇന്ന് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ താമസിക്കുന്നില്ല കേട്ടോ. കാര്യം വെള്ളം കാര്യങ്ങളൊക്കെ നാളെയാണ് കിട്ടുക, നാളെയാണ് റെഡി ആവുള്ളൂ. അപ്പോൾ നാളെയാണ് കേട്ടോ അവർ ഇവിടെ താമസം തുടങ്ങാം. ഇതൊക്കെ ചെയ്ത് തന്നതിന് നിങ്ങൾക്ക് എന്തായാലും പറയാം. ഇത്രയും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഒരു സഹായമാണല്ലോ. നമ്മളെ എന്താ പറയുക, എല്ലാവരും പോയി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നന്ദി തന്നെ പറഞ്ഞു. ശരി, എന്നാൽ പോട്ടെ കേട്ടോ. അപ്പോൾ അവരും ഞാനും കുറേ നേരം അവിടെ ഇരുന്നു, കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നിങ്ങളോടൊന്നും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോടൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ, അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് സഹായിച്ച, അതിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്തായാലും അത് പടച്ചവൻ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം എന്തായാലും അത് എല്ലാവർക്കും കിട്ടും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കും വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.